കാറ്റത്തെ കിളിക്കൂടിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ വീട്ടിലെ ഒരാളായി മാറുകയായിരുന്നു പതിയെ പതിയെ നിധി. തൻ്റെ സർട്ടിഫിക്കറ്റുകളും ഒന്നും തൻ്റെ വീട്ടുകാർ തരില്ലെന്നവൾക്ക് മനസ്സിലായി. അത് ചോദിച്ചു ചെന്ന നിധിയെ അവരവിടുന്ന് അടിച്ചോടിക്കുകയും ആ ഒരു സർട്ടിഫിക്കറ്റെല്ലാം എടുത്ത് കത്തിച്ചു കളയുകയും ചെയ്ത് അതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് വീട്ടിൽ വന്ന് കരയുന്ന നിധിയെ സുധീഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിധി അതോർത്ത് വിഷമിക്കേണ്ട, നിന്റെ സർട്ടിഫിക്കറ്റുകളും എല്ലാം ഓൺലൈനിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിധി ആ വീട്ടിലെ നിന്നോട് തന്നെ അവൾ വീണ്ടും ഓരോ ബുക്ക് വായിച്ചും അങ്ങനെ സുധീഷിനെ സഹായിച്ചും സുഭാഷിനെ സഹായിച്ചൊക്കെ ആ ദിവസങ്ങൾ കഴിച്ചു കൂട്ടാട്ടോ. അതിനിടയിൽ അവൾ പല ഇൻ്റർവ്യൂവിനും പോയി തുടങ്ങുന്നുണ്ട്. എന്നാൽ സൂര്യയെ നിധിയെ ഒരിക്കലും മറന്നു കളയാൻ വേണ്ടി അയാൾക്ക് പറ്റില്ല. അതിലപ്പുറം അവൾ തനിക്ക് നൽകിയ അപമാനം. അങ്ങനെ ഇപ്പോൾ ആ ഡ്രൈവറുടെ കൂടെ അവൾ സ്വസ്ഥയും സമാധാനത്തോടെ ജീവിക്കേണ്ട. അവളതേ ഞാൻ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു ശബ്ദമെടുത്തുകൊണ്ട് അവളുടെ ഏട്ടനോട് പറയുന്നുണ്ട്. അവൾക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും അത് പരിഹരിച്ചിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ഇപ്പോഴും തയ്യാറാണ്. അത് അവളുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിമിഷം അവൾ അങ്ങോട്ട് ഈ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ആ നിമിഷം അവളെ താലിക്കെട്ടി എൻ്റെ ഭാര്യയാക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കുറവുകളും ഞാൻ അവൾക്ക് വരുത്തില്ല. ഇതെല്ലാം കേട്ട് സൂര്യയുടെ ആ ഒരു നല്ല മനസ്സാണ്, അവളുടെ സ്നേഹമാണെന്നൊക്കെ വിശ്വസിച്ച് അവരതിനൊക്കെ സമ്മതം മൂളുന്നുണ്ട്. അങ്ങനെ സൂര്യ തൻ്റെ കൂട്ടുകാരനോട് പറയാണ്, ആ ഡ്രൈവറുടെ വീട് എനിക്കറിയാം, അവിടെ ചെന്ന് അവളെ ഇറക്കിക്കൊണ്ടുവരണം. അങ്ങനെ അവൾ എന്നെയും പറ്റിച്ച് അപമാനിച്ചുകൊണ്ട് സ്വസ്ഥയും സമാധാനത്തോടെ അവിടെ ജീവിക്കേണ്ട. അവൾ ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ കിടക്കണമെന്ന് ഇപ്പം എൻ്റെയും കൂടെ വാശിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടുകാരുടെ കൂടെ അവരൊരാളെ ഏൽപ്പിക്കുന്നുണ്ട്. ഒരു കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് നിധി ആ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു വരാനായിട്ട്. അങ്ങനെ ആ സമയത്ത് നിധിയാണെങ്കിലോ ഇവിടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓർത്ത് ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കായിരിക്കും. തൻ്റെ ഏട്ടത്തിൽ തന്നെ വിളിച്ചു വരുത്തി തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് തരാമെന്ന പ്രതീക്ഷയിലാണ് നിധി ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുക. ആ ഒരു ദിവസം നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് വിങ്ങിക്കരയുമ്പോഴാണ് പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നത്. അവളാകെ പേടിച്ച് അവിടെ ചുറ്റും നോക്കുന്നുണ്ട്. തൻ്റെ ജനവാതിലിൻ്റെ അടുത്ത് വന്ന് ആരോ നിൽക്കുന്ന പോലെ നിധിക്ക് തോന്നാട്ടോ. നിധി ശബ്ദമുണ്ടാക്കാതെ അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ 2-3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ അവൾക്ക് തോന്നാണ്. ആ സുധീഷേട്ടനോ സുബേഷോ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ കരുതിക്കൊണ്ട് നിധി അവിടെ തന്നെ ഇരിക്കാട്ടോ. വീണ്ടും വല്ലാതെ ശബ്ദം കേൾക്കുമ്പോൾ നിധി പുറത്തേക്ക് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മറ്റുള്ള 4 പേരും നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലാവണേ. ഈ സമയം ആരാ ഇപ്പം ഇങ്ങോട്ട് വന്നത് അങ്ങനെ പറഞ്ഞ് അവൾ ഹാളിൽ തന്നെ നിൽക്കാട്ടോ. എന്നാൽ പിൻവാതിലൂടെ 2 പേർ അകത്തേക്ക് കയറി. അത് മറ്റാരും ആയിരിക്കില്ല, സൂര്യ ആയിരിക്കും. നിധിയുടെ പൊത്തി പിടിക്കുന്നുണ്ട്. അവൾ കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശബ്ദം പുറത്ത് വരാതിരിക്കാനായിട്ട് അവർ കൈക്കൊണ്ട് പൊത്തി പിടിച്ചോണ്ട് അവളെ പിടിച്ചു വലിച്ചോണ്ട് വാനിൽ കയറ്റിക്കൊണ്ട് പോവാണ്. ഇതിവരാരും അറിയുന്ന പോലും ഉണ്ടാവില്ല. എടാ അവളുടെ ബാഗ് എടുക്ക്, അവൾ സ്വയം ഇറങ്ങിപ്പോയതാണെന്ന് അവർ കരുതട്ടെ. അങ്ങനെ നിധിയുടെ റൂമിൽ ചെന്ന് അവളുടെ ഡ്രസ്സുകളെല്ലാം ഒരു ബാഗിൽ കുത്തി നിറച്ചുകൊണ്ട് അവളെയും കൊണ്ടങ്ങ് പോവാട്ടോ. നിധിയുടെ മുഖത്ത് എന്തോ ഒന്ന് സ്മെല്ല് ചെയ്യിപ്പിക്കുമ്പോൾ അവൾ ബോധരഹിതയായിട്ട് അവരുടെ കൈകളിൽ കിടക്കണം. അങ്ങനെ അവളെയും കൊണ്ട് പോവാണ്. അങ്ങനെ രാവിലെ കഥകളെല്ലാം തുറന്ന് കാണുമ്പോൾ സുഭാഷ് ഇങ്ങനെ ഓർക്കും, ഈ അടുക്കള വാതിലാരെ തുറന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ അടച്ചതാണല്ലോ, ഇതെന്താ സംഭവിച്ചത് എന്നൊക്കെ ഓർത്തോണ്ട് അവിടെ ഇവിടെ നോക്കാണ്. നിധിയുടെ റൂം തുറന്ന് കിടക്കുന്ന കാണുമ്പോൾ അകത്ത് കയറുന്നുണ്ട്. ആ കുട്ടി ഇനിയിപ്പോൾ വാഷ്റൂമിൽ പോയതായിരിക്കോ. അങ്ങനെ അവിടെ നോക്കുന്നുണ്ടെങ്കിലും അവിടെ നിധിയില്ല. നിധിയുടെ ബാഗോ ഡ്രസ്സോ ഒന്നും കാണുന്നില്ല. ഈ ബാഗൊക്കെ എടുത്തുകൊണ്ട് എവിടേക്ക് പോയി. അങ്ങനെ സുഭാഷ് സുധീഷിനെ വന്ന് വിളിക്കുക. എടാ സുധീഷെ ഒന്ന് എണീക്കടാ, എൻ്റെ ഏട്ടാ നേരം വെളുത്തില്ല എന്ന് വിളിക്കാതെ. എടാ നിധി കാണുന്നില്ലേ. ഇത് കേട്ടതും സുധീഷ് അങ്ങ് ചാടി എണീക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്, നിധിയെ കാണുന്നില്ലെന്നോ? അതെ, നിധിയെ കാണുന്നില്ല, അവളുടെ ബാഗും ഡ്രസ്സും ഒന്നും കാണുന്നില്ല. അപ്പോഴേക്കും എല്ലാവരും എണീക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഏട്ടത്തി ഇതെവിടെ പോയി, ആരോടും പറയാതെ? അവളങ്ങനെ പോവാൻ വഴിയില്ലല്ലോ. ആ സമയത്ത് നിധിയുടെ ഫോണ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഫോൺ എടുക്കാതെ എന്തായാലും അവൾ പോവത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ അവൾ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുമെന്ന് കരുതിക്കൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. അതൊന്നുമല്ല, എന്തായിട്ടാ സംഭവിച്ചത്, നമ്മോട് പറയാതെ നിധി അങ്ങനെ പോവുമോ? അവളുടെ ബാഗ് ഡ്രസ്സൊക്കെ എടുത്തു പോകുമ്പോൾ അവൾ തനിയെ പോയതായിട്ടാണ് തോന്നുന്നത്. എന്നാലും രാത്രി എപ്പോഴായിരിക്കും പോയിട്ടുണ്ടാവുക? അത് വിട്, എന്തായാലും അവൾ ദൂരെ അങ്ങും പോയിട്ടുണ്ടാവില്ല, അവൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പ്രതീക്ഷയോടെ സുഭാഷ് സുധീഷിനോട് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിലോ ആകെ ടെൻഷനാട്ടോ. അവൾ ആ വീട് വിട്ടു പോയി തന്നെയാണ് അവൻ
അവൻ കരുതുന്നത്. ഏട്ടാ, എനിക്കിവിടെ നിന്നിട്ട് യാതൊരു മനസ്സമാധാനവുമില്ല. ഞാൻ അവളുടെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കൊണ്ട് വരാനാണോ? നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഹരീഷും കൂടെ പോ. അങ്ങനെ ഹരീഷും സുധീഷും കൂടെ നിധിയുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നും നിധിയുടെ ഒരു പൊടി പോലും കാണുന്നില്ല കേട്ടോ. അവിടേക്ക് അവളുടെ ഏട്ടനോ അച്ഛനോ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാവാനേ ആ ഒരു സമയത്ത് അവൾ അവളുടെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തുകൊണ്ട് അവളുടെ ഏട്ടത്തിക്ക് വിളിക്കുന്നുണ്ട്. ആ ഏട്ടത്തിയെ വിളിച്ചിട്ട് നിധി അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കാണ്. നിങ്ങൾ ആരാ വിളിക്കുന്നത്? നിധി ഇങ്ങോട്ട് വന്നില്ലല്ലോ, നിധിയെക്കുറിച്ച് അന്വേഷിക്കാം, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിച്ച് സാന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട സമയത്ത് ഫോൺ കട്ട് ചെയ്യട്ടോ. എടാ ഹരീഷേ, നിധി അങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ അവൾ എവിടെയൊക്കെ പോയി? നമ്മളിതെങ്ങനെ അവളെ അന്വേഷിക്കും? ആ ഒരു സമയത്താണ് അവരുടെ മുമ്പിൽ സൂര്യ വരുന്നത് കേട്ടോ. സൂര്യ വന്നിട്ട് നേരെ അങ്ങനെ ആ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. നിധിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അവൻ വന്ന കാറിൻ്റെ ആ ഭാഗത്തായിട്ട് നിധി ഉപയോഗിച്ചിരുന്ന ആ ഒരു ബാഗ് കാണാം കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ഡിക്കിൽ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കാണുന്നുണ്ടാവും. എടാ, അത് നിധിയുടെ ബാഗല്ലേ എന്ന് ചോദിക്കാണ്. അതെങ്ങനെ ഇവൻ്റെ കാറിൽ വന്നു? എന്തോ ഒരു ഇത് നടന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം, അവനെ വാച്ച് ചെയ്യാം. അങ്ങനെ സൂര്യ കയറിയപ്പാട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നിട്ട് ആ കാറിൽ തന്നെ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് ഇവരിങ്ങനെ പുറകെ പോവാട്ടോ. സൂര്യയുടെ പുറകെ പോകുന്നുണ്ട്. ആ സമയം സൂര്യ പോകുന്നത് പിന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്കായിരിക്കും, ഒരു കെട്ടിടത്തിലേക്ക്. അവിടെ നിധി ഉണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലാവാണ്. അവന് ഇവളെ തട്ടിക്കൊണ്ടു വന്നതാ, അത് ഉറപ്പാണ്. ആയേട്ടാ, നമുക്ക് നോക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ആ ഒരു കെട്ടിടത്തിലേക്കാട്ടോ. പതുങ്ങി ഹരീഷും സുധീഷും കൂടെ പോകുമ്പോൾ നിധിയെ ഒരു കസേരയിൽ കെട്ടിയിട്ട് ഈ സൂര്യ ഇങ്ങനെ സൈക്കോ ആണല്ലോ, അവൻ ഓരോ കാര്യങ്ങൾ പറയാം. എടി, നീ എന്നെ ഉപേക്ഷിച്ച് എന്തിനാടി ആ ഡ്രൈവറുടെ കൂടെ പോയത് എന്ന് ചോദിക്കുക. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അവൻ ഡ്രൈവറാണെങ്കിലും നിങ്ങളെക്കാൾ ഏറെ നല്ലവനാണ്, അവനെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ അവൻ്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ കഴിയും, അതിന് നിനക്കെന്താ എന്ന് സൂര്യയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഹരീഷിനെ മുഖത്തേക്ക് സന്തോഷത്തോടെ സുധീഷ് നോക്കുന്നുണ്ട്. എടി, നീ ഇവിടെ പട്ടിണി കിടന്ന് ചാവും, നിനക്കൊരു തുള്ളി വെള്ളം തരില്ല, അല്ലെങ്കിൽ ആ ഡ്രൈവറെ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കടി, ഇവിടെ വെച്ച് തന്നെ ആ താലി അങ്ങ് പൊട്ടിക്ക് എന്ന് പറയുന്നിട്ട് അവളുടെ താലി ഇങ്ങനെ പൊട്ടിക്കാൻ നിൽക്കുന്ന സമയത്ത് അവളിങ്ങനെ കിടന്ന് അവളുടെ കൈ രണ്ടും കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ തല ഇങ്ങനെ ആട്ടാന്നല്ലാതെ അവൾ വേറൊന്ന രീതിയിൽ നിധിക്ക് പ്രതികരിക്കാൻ വയ്യ. ആ ഒരു സമയത്താണ് വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് സുധീഷും ഹരീഷും അങ്ങോട്ട് വരുന്നത്. വീഴടാ എൻ്റെ പെണ്ണിനെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആ സൂര്യ അങ്ങ് മറിഞ്ഞു വീഴട്ടെ. ഉണ്ടകളൊക്കെ അപ്പോഴേക്കും ഇവിടേക്ക് ഭക്ഷണത്തിനൊക്കെ ആയിട്ട് അപ്പുറമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. സൂര്യ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്താണ് ഈ രംഗം അരങ്ങേറുന്നത്. സുധീഷ് അവന് നല്ല ഇടി കൊടുക്കുമ്പോൾ ഹരീഷ് നിധിയുടെ കെട്ടുകളെല്ലാം അഴിക്കുന്നുണ്ട്. വാ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോവാണ് കേട്ടോ. അതിനുശേഷം നല്ല ഇടി കൊടുത്തിട്ട് ആ ഒരു കസേരയിൽ സൂര്യയെ കെട്ടിയിട്ടിട്ട് വായിൽ കുറേ പേപ്പറും തുണിയൊക്കെ തിരുകിക്കൊണ്ട് അവർ വാതിൽ പൂട്ടിക്കൊണ്ട് അവരങ്ങ് പോവാണ്. അയ്യോ, എങ്ങനെ നീ നമ്മൾ പോവും? ഹരീഷ്, നീ വാഹനം എടുത്തോ, ഞാനും നിധിയും കൂടെ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. അയ്യോ വേണ്ട, നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ പോയിക്കോ, ഞാൻ ഏതെങ്കിലും വണ്ടിക്ക് വന്നോളാം എന്ന് ഹരീഷ് പറയുമ്പോൾ എന്നാൽ ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ 3 പേരും കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ നിധിയോ വളരെ തളർന്ന ഒരു അവശയനായിരിക്കും. ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൾക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. മുഖമൊക്കെ കഴുകിയതിന് ശേഷം വാ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ വിവരമൊന്നും അറിയാതെ സുഭാഷ് ടെൻഷനോടെ നിൽക്കാം. ആ സമയം സുധീഷിൻ്റെ ഫോണിലേക്ക് സുഭാഷ് വിളിക്കുന്നുണ്ട്. എന്താ ഏടാ, വല്ല വിവരം കിട്ടിയോ? ഏട്ടാ, ആളെൻ്റെ കൂടെയുണ്ട്. നിൻ്റെ കൂടെയുണ്ടോ? എന്താ പറ്റിയത്? വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം നിധിയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മോളെ എന്താ സംഭവിച്ചത്? ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ച ശബ്ദം കേൾക്കുമ്പോൾ നിനക്ക് ഞങ്ങളെ വിളിച്ചുകൂടായിരുന്നോ? ശബ്ദം കേട്ടപ്പോൾ ഞാൻ ദേ ഹാളിൽ നിൽക്കായിരുന്നു, അപ്പോഴാണ് ആരോ വന്ന് എൻ്റെ വാ പൊത്തിപ്പൊടിച്ചത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഏട്ടാ എന്ന് പറയവളാകെ ഭയന്ന് കരയാട്ടോ. അവനാ ആ ഗംഗാരുവാ ഇവിടെ തട്ടിക്കൊണ്ടു പോയത്. ഇവൻ്റെ ഏട്ടനും അവളുടെ അച്ഛനൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവരോട് ഈ വിവരം പറയണം. അങ്ങനെ നിധി എല്ലാം സാന്ദ്രയോട് പറയുന്നുണ്ട്. ആ ദ്രോഹി നിന്നോട് അങ്ങനെ ചെയ്തോ മോളെ? അതെ, നിങ്ങളെല്ലാവരും നല്ലവനാണെന്നൊക്കെ കരുതിയിരുന്നല്ലേ? അയാൾ എന്നെ തട്ടിക്കൊണ്ടുപോയി. അയാൾ എന്നെ പറയാത്തതോ ചെയ്യാത്തതോ ആയിട്ട് ഒന്നുമില്ല എന്നൊക്കെ നിധി പറയുമ്പോൾ അവളുടെ ഏട്ടനും അച്ഛനൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. സാന്ദ്ര ഈ കാര്യങ്ങൾ പറയുമ്പോൾ സൂര്യയെക്കുറിച്ച് അവർ വെറുതെ അപവാദം പറയാണ്. അവളോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ നടക്കുന്നത്. ഈ നിമിഷം അവൾ തിരികെ വന്നാലും സ്വീകരിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് കാരണം എന്താണ്? നിധിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അവൾ കള്ളം പറയുന്നതാ അവനെ ഒഴിവാക്കാനായിട്ട് എന്ന്
വീണ്ടും അവർ പറയാട്ടോ. എന്നാൽ സൂര്യയെ ആ ഒരു കസ്റ്റേറിൽ തന്നെ കെട്ടിയിട്ട് പോയതാണല്ലോ. 2-3 ദിവസം കഴിഞ്ഞിട്ടും സൂര്യയെക്കുറിച്ച് ആരും വിവരവും ഇല്ലാട്ടോ. എന്നാൽ ഗുണ്ടകൾ വന്ന് കെട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആളുടെ. അപ്പോൾ ആകെ നന്നായിട്ട് നല്ല ഇടിയും ഒക്കെ കിട്ടിയോണ്ട് തന്നെ നല്ല ചതവും ഒക്കെയുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു സൂര്യ പറയുന്നത് എന്താണെന്നറിയാമോ? ഡ്രൈവറെയും കൂട്ടി വന്ന് നിധി തന്നെ ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളക്കഥകൾ മെനയാണ് കേട്ടോ. അങ്ങനെ സുധീഷിനെതിരെ അവർ പരാതി നൽകുന്നുണ്ട്. ആ സമയം സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നിധി പറയും, നിക്ക്, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഒരാളെ അടിച്ച് കൊല്ലാനാക്കിയിട്ടുണ്ട്, അതിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പരാതി തന്നാലോ? ആ കൊല്ലാനാക്കിയ ആളെന്നെ തട്ടിക്കൊണ്ട് രാത്രി വീട്ടിൽ നിന്ന് പോയി, എന്നിട്ട് കസേരയിൽ കെട്ടിയിട്ടു. അതിൻ്റെ വീഡിയോ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ. എന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് പകരം ചെയ്ത എൻ്റെ ഭർത്താവ്. അങ്ങനെ സൂര്യ ഇങ്ങനെ ആ ഒരു സമയം നിധിയോട് സംസാരിക്കുന്നതും അവളെ ഉപദ്രവിക്കുന്നതും താലി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ജനാലിലൂടെ ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടാകും. അത് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ വാദി പ്രതിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു വീഡിയോ തൻ്റെ അച്ഛന് കാണിച്ചു കൊടുക്കാൻ നിധി, ഇതുപോലെ ഒരുത്തനെയാ എന്നെ കൈപിടിച്ചു കൊടുക്കാൻ അച്ഛൻ തുനിഞ്ഞത്. ഞാനിപ്പോൾ തിരഞ്ഞെടുത്ത ജീവൻ തന്നെ എൻ്റെ ജീവൻ ആപത്തില്ലാതെ നല്ലതെന്ന കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് അച്ഛൻ ഇയാളല്ല മറ്റാരെയും വിവാഹം കഴിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. പക്ഷേ ഇയാളെപ്പോലെ ഒരു സൈക്കോയെ കൊണ്ട് സ്വന്തം മകളെ കെട്ടിക്കാൻ മാത്രം എന്തായിരുന്നു അച്ഛന് ഇത്ര നിർബന്ധം? അച്ഛൻ കാരണം, അച്ഛൻ്റെ പിടിവാശി കാരണം എൻ്റെ ജീവിതവും ഞാനും ഒക്കെ ഇങ്ങനായി പോയതെന്ന് അവൾ പറയുന്നുണ്ട്. തലക്കുനിച്ച് അവിടെ നിന്ന് പോകേണ്ടി വരാണ് നിധിയുടെ അച്ഛന്. വരാൻ പോകുന്ന ഒരു അടിപൊളി ത്രില്ലർ എപ്പിസോഡാട്ടോ ഇത്.